ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൂഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം അറിഞ്ഞാൽ നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയൊക്കെ അങ്ങനെ അവർ നമ്മുടെ സുഭാഷിന് വേണ്ടിയിട്ട് ആ ഒരു കല്യാണം വീണ്ടും അവർ അന്വേഷിച്ച് അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പെൺവീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു കണ്ടീഷൻ അവർ പറഞ്ഞായിരുന്നു. വേറൊന്നുമല്ല, അന്നും അവരത് തന്നെയാണ് പറഞ്ഞിരുന്നത്. 2-3 മാസം മുന്നേ ഈ കല്യാണം വന്നപ്പോഴും ആ പെൺവീട്ടിലുള്ളവർ, അതിൻ്റെ അച്ഛനും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മാവനൊക്കെ ആ ഒരു കേസേ പറഞ്ഞുള്ളൂ. അതായത് സുഭാഷ് സെപ്പറേറ്റ് ആയിട്ട് വീടെടുത്ത് മാറണം എന്നുള്ളൊരു കണ്ടീഷൻ. പക്ഷേ അത് സുഭാഷ് അപ്പം തന്നെ അതിനുള്ള മറുപടി പറഞ്ഞ് ആ കല്യാണം വേണ്ടാന്ന് അന്നേ വെച്ചതാണ്. അപ്പോൾ ആ കണ്ടീഷനെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ നിതീഷും ഹരീഷും അതുപോലെ തന്നെ സുധീഷും ഒക്കെ സംസാരിക്കുകയാണ്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ ഒട്ടുമേ പറ്റാത്തത് നമ്മുടെ നിതീഷിനാണ്. കാരണം കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സ്നേഹം കൊടുത്ത് സുഭാഷാണ് നിതീഷിനെ വളർത്തിയത്. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ പോവുക, വീട്ടിൽ നിന്ന് മാറുക എന്നൊക്കെ പറയുമ്പോൾ അവനെ സംബന്ധിച്ച്, നിതീഷിനെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ വിഷമമാണ്. പക്ഷെ എന്നാലും നിതീഷും സുഭാഷും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നവർ അത്ര ഒരു സ്നേഹമാണ്. അവൻ്റെ എല്ലാമാണ്, നിതീഷിൻ്റെ എല്ലാമാണ് സുഭാഷ് എന്ന് പറയുന്നത്. അങ്ങനെ അവരതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് നിതീഷിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിതീഷ് കാര്യം ശരിയാണ്, എല്ലാവരും പറയണം ഓക്കെയാണ്. പക്ഷേ എങ്കിലും അവന് സഹിക്കാൻ പറ്റാണ്ട് അവൻ മാറിപ്പോയിരുന്ന് പൊട്ടിക്കരയാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവൻ വന്ന് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, സുഭാഷിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുതെന്നും പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സമാധാനം ആവുകയാണ്. അപ്പം ഇത് സുഭാഷ് അറിഞ്ഞിട്ടില്ല, ഈ ഒരു കേസും ഈ ഒരു കല്യാണം ഇങ്ങനെ വീണ്ടും വന്നു എന്നൊന്നും സുഭാഷ് അറിയുന്നില്ല. സുഭാഷ് ജോലിക്ക് പോയിക്കാണ്. അങ്ങനെ ഒടുവിൽ നിതീഷിന് ഒന്നും കൂടെ സുധീഷൊക്കെ പറഞ്ഞ് എല്ലാം ആക്കി കഴിഞ്ഞിട്ട് അവരിത് സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പെൺകുട്ടിയുടെ വീട്ടിൽ ഇത് വിളിച്ച് പറഞ്ഞാലോ? അങ്ങനെ സുധീഷാണ് ആ ഒരു കാര്യം, നിങ്ങളുടെ കണ്ടീഷൻ ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനെയാണ് വിളിച്ച് പറയുന്നത്. അപ്പം ആ പെൺകുട്ടിയുടെ കവിതയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഓക്കെ, ഞങ്ങൾ എന്നെ തീരുമാനിച്ചിട്ട് ഈ അടുത്ത് തന്നെ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഫോൺ വെക്കുകയാണ്. അപ്പോഴും നിധിക്കൊക്കെ ടെൻഷൻ എന്തെന്ന് വെച്ചാൽ ഇത് ഈ ഒരു കണ്ടീഷൻ അംഗീകരിക്കുക, ആ ഒരു കേസ് സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് ഇപ്പോൾ പറയണ്ട എന്നുള്ളതാണ്. അതായത് ഇത് കല്യാണം വരെ എങ്ങനെയെങ്കിലും പോട്ടെ, പിന്നെ കല്യാണം കഴിഞ്ഞ് ഇനി അറിഞ്ഞു കഴിഞ്ഞാലും സുഭാഷ് ഏട്ടൻ എന്തായാലും പെൺകുട്ടിയെ വേണ്ടെന്നൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും മാറേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ സുഭാഷും എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതെ, ഒരുപാട് കള്ളത്തരം കാണിച്ചൊന്നും തൻ്റെ ഉടായിപ്പൊന്നും എടുക്കണ്ട കേട്ടോ സുധീഷ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് ഹരീഷും പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ വരെയാണ്, പാട്ടൊക്കെ പാടി ബന്ധുവാര് ശത്രുവാര് എന്ന് പാട്ടൊക്കെ പാടി അങ്ങനെ സൈക്കിളിൽ വരെയാണ് വന്നിരുന്ന ഒരു ബീഡി എടുത്ത് കത്തിക്കാനായിട്ട് വരുമ്പോഴും നമ്മുടെ നിധി ഒരു ഗ്ലാസ് ചായയായിട്ട് ചെല്ലുകയാണ്. അപ്പം ഭാസ്കരൻ ഇത് ബീഡി കത്തിക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതെന്താണെന്ന് അച്ഛന് മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഭാസ്കരൻ അത് കുടിക്കുകയാണ്. അപ്പോൾ നിധി പറയും, ഈ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും അച്ഛൻ അറിയുന്നുണ്ടോ? അതിന് ഈ വീട്ടിലുള്ളവർ എന്നെ ഒരു അച്ഛനായിട്ട് കണ്ടിട്ടുണ്ടോ മോളെ? എന്നോട് ആരും ഒന്നും പറയാറുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നിധി കാര്യങ്ങളൊക്കെ പറയാണ്, അച്ഛൻ ഇന്നതുപോലെ ആ പെൺകുട്ടി, ആ ബ്രോക്കർ വന്ന്, അച്ഛൻ പറഞ്ഞിട്ടില്ലേ ആ ബ്രോക്കർ വന്നത്. അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഞാൻ സുധീഷൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ കണ്ടീഷനോ, എന്ത് കണ്ടീഷൻ? അതായത് നമ്മുടെ കല്യാണം അതായത് സുഭാഷിൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വീടെടുത്ത് താമസിക്കണം എന്നുള്ളതാണ് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, അന്ന് അവർ വന്നപ്പോഴത്തേക്കും അവർക്ക് ഈ വീട് പറ്റൂല എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതെന്താണ് പുതിയൊരു കണ്ടീഷൻ? അല്ല, അന്നും അവർ ഇത് തന്നെയാണ് പറഞ്ഞത്. സുഭാഷ് ഏട്ടന് അത് ഓക്കെ അല്ലാത്തതുകൊണ്ടെങ്ങാണ്ടാണെന്ന് തോന്നുന്നു അത് വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഭാസ്കരൻ ഒരു വിഷമമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ സുഭാഷ് ഈ വീട് വിട്ട് പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് ഭാസ്കരനൊരു സംശയമാണ്. അപ്പോൾ നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടനോട് എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയാണ്. അപ്പം ഭാസ്കരൻ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, പോട്ടെന്നേ, അവനും വീട് വിട്ട് പോകാനാണെങ്കിൽ പോട്ടെ, എല്ലാവരും പോട്ടെ, നീയും പൊക്കോ, സുധീഷും പൊക്കോ, അതുപോലെ തന്നെ ഹരീഷും ഇളയതും ഒക്കെ എല്ലാവരും പോട്ടെ. അപ്പം നമ്മുടെ നിധി ചോദിച്ചു, അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കാവില്ലേ? എന്തൊറ്റയ്ക്കാവാൻ? അച്ഛൻ ഈ നാട്ടിൽ നല്ല പേരല്ലടി മോളെ. ആദ്യം ഒരു പെണ്ണിനെ കൊണ്ടുവന്നു, രണ്ടാമതൊരുത്തിയെ കൊണ്ടുവന്ന് കൊന്നു, ഇനിയിപ്പോൾ ഒരു മൂന്നാമതൊരുത്തിയെ കൊണ്ടുവരാനാണോ? ദേ, ഞാനിപ്പോൾ അച്ഛനോട് ഇത് പറയാൻ വന്നതാണല്ലോ ഇപ്പോൾ കുറ്റം എന്ന് പറഞ്ഞിട്ട് നിധി ദേഷ്യപ്പെട്ടു. അപ്പം ഭാസ്കരൻ പറഞ്ഞു, എന്താടി മോളെ, ഞാൻ ഒരാളെ കൂടെ കൊണ്ടുവന്ന് കാണിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിധി ദേഷ്യപ്പെട്ടിട്ട് പറയാൻ
പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് നിധി അകത്തോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം ഇവരെല്ലാം പ്ലാൻ ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. ആര്? നമ്മുടെ സുധീഷും ഹരീഷും നിധീഷൊക്കെ. അപ്പോൾ നമ്മുടെ നിധി ഉണ്ട് കേട്ടോ ഗ്യാങ്ങിൽ, പിന്നെ നിധി ഇല്ലാണ്ടില്ലല്ലോ. അങ്ങനെ നമ്മുടെ സുഭാഷ് പണിയൊക്കെ കഴിഞ്ഞ് വരാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബിസ്ക്കറ്റ് എന്തോ കൊണ്ടുവന്ന് നിതീഷിന് ഇഷ്ടമുള്ളത് കൈ കൊടുക്കുകയാണ്. എന്നിട്ട് സുധീഷ് പറയും, സുഭാഷ് ചേട്ടാ ഒന്ന് വന്ന് ഇവിടെ ഇരുന്ന് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആര് പറയും എന്നുള്ളത് അവസാനം ഹരീഷ് പറയും സുധീഷിയുടെ പറ. അപ്പോൾ നിധി പറയുന്ന പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കിടന്ന് പറയാം. അപ്പോൾ സുഭാഷ് ചോദിക്കും എന്താണ് കാര്യം പറയാൻ. അവസാനം നമ്മുടെ സുധീഷ് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് ഇന്ന് 2-3 മാസം മുന്നേ നമ്മളൊരു പെണ്ണ് കാണാൻ പോയില്ലേ ഏട്ടാ, ആ പരിപ്പോടെ ഉണ്ടാക്കിയ കുട്ടി, ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു കല്യാണാലോചനയായിട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു നമ്പറാണ് അവരിങ്ങോട്ട് വന്നു എന്നുള്ളത്. ആക്ച്വലി ബ്രോക്കറാണ് വീണ്ടും കൊണ്ടുവന്നത്. കാരണം ആ കുട്ടിയുടെ സുഭാഷിൻ്റെ കല്യാണം കഴിയാത്തത് കൊണ്ട് വീണ്ടും ആ കല്യാണം തന്നെ ബ്രോക്കർ പൊക്കിക്കൊണ്ടുവന്നത് തന്നെയാണ്. പക്ഷേ സുധീഷ് നമ്പർ ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വീണ്ടും കല്യാണാലോചനയായിട്ട് വന്നു എന്നുള്ളതാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ചിന്തിക്കുകയാണ്, അല്ല ആ കല്യാണം സുഭാഷ് പറഞ്ഞു നമ്മളതന്ന് വേണ്ടെന്ന് വെച്ചില്ലേ, പിന്നെന്താണ് അവർ വീണ്ടും വന്നത്? അന്ന് അവർക്ക് ഈ വീടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞല്ലേ പോയത്, പിന്നെന്താ? അപ്പം സുധീഷ് പറഞ്ഞു, അല്ല അവരിപ്പം മാറി, അവരെങ്ങോട്ടോ തിരക്കിയപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ കല്യാണവും കഴിഞ്ഞിട്ടില്ല, ആ കുട്ടിയുടെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ആ കല്യാണം ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചാലോ എന്ന മട്ടിൽ അവർ കല്യാണം നോക്കി ബ്രോക്കർ വഴി അന്വേഷിച്ച് കോണ്ടാക്ട് ചെയ്ത് വന്നൊക്കെയാണ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം സുഭാഷ് ചേട്ടാ, ഈ കല്യാണം നമുക്ക് അങ്ങ് ആലോചിക്കാം. അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, നമുക്കും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമായതുമാണ്. അപ്പോൾ നിതീഷും പറയാം അതെ സുഭാഷ് ചേട്ടൻ ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മാറി മാറി. അപ്പം നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട്, അല്ലടാ അത് ശരിയാവില്ല, അന്ന് അവർ നോ എന്ന് കറക്റ്റ് പറഞ്ഞിട്ട് അവർക്ക് തീർത്തും അവർ അംഗീകരിച്ചാണ് നോ എന്ന് പറഞ്ഞ് പറ്റില്ല, ഈ ബന്ധം നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയവർ പിന്നെ വരണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള തോന്നലാണ്. അപ്പോൾ സുഭാഷ് അതാണ് ചിന്തിക്കുന്നത്. അപ്പം ഹരീഷൊക്കെ ആണെങ്കിൽ മറ്റേ കണ്ടീഷൻ അറിയാണ്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ സുഭാഷിനത് ഇത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടണില്ല എന്താവും ഏതാവും എന്നൊക്കെ ഉള്ളത്. അവസാനം സുഭാഷിനെ കൊണ്ട് ഈ കല്യാണം എന്തായാലും നമുക്ക് ആലോചിക്കാൻ ചേട്ടാ, നമുക്ക് നടത്താമെന്ന് പറയും. ഞങ്ങളെന്തായാലും ഇത് നടത്താൻ പോകുന്നു, നിങ്ങളോ എന്നിങ്ങനെ സുഭാഷ് ചോദിക്കും. അപ്പോൾ സുധീഷ് പറയും, അതെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏട്ടനല്ലേ തീരുമാനിക്കുന്നത്, അപ്പോൾ ഏട്ടൻ്റെ കാര്യത്തിൽ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, അപ്പോൾ ഇനി ഒന്നും പറയാനില്ല, ഈ കല്യാണം തന്നെ നമ്മൾ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഹരീഷ് പറയും, എന്തായാലും ശരി, സുനന്ദയുടെ കല്യാണത്തിന് മുന്നേ നമുക്ക് ഈ കല്യാണം നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ സുഭാഷിന് പറയാനുള്ള ഒരു വോയിസ് അവന്മാർ കൊടുക്കണില്ല. കാര്യം എന്ന് വെച്ചാൽ സുഭാഷ് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളെ അവർക്ക് അത്ര അന്ന് വലിയ രീതിയിൽ അംഗീകരിക്കാൻ പറ്റാണ്ടൊക്കെ പോയ ടീമുകളല്ലേ, പിന്നെ എന്താണ് എന്നുള്ളത് സുഭാഷിനത് ചിന്തിക്കണോ എന്നുള്ളൊരു അത് പറയണമെന്നുള്ള ഇതുണ്ട്. പക്ഷേ അവസാനം ഹരീഷും സുധീഷും കൂടെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സുഭാഷിനെ കൊണ്ട് എല്ലാം സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും അവരെ വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ ആലോചനകളൊക്കെ ആയിട്ട് വരും. പക്ഷേ നിധിക്ക് എന്തോ ഒരു ടെൻഷനാണ്. അപ്പോൾ അന്നേ ദിവസം രാത്രി നമ്മുടെ സുധീഷ് വെളിയിലിരിക്കും. അപ്പോൾ കൊതുവിൻ്റെ ശല്യം, കാരണം കൊതുവിനെ കൊട്ടിക്കൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിധി പോയി റൂമിൽ പോയി ഈ കൊതുവിന് തേക്കുന്ന മറ്റേ ഒഡോമിക്സിൻ്റെ ആ ഒരു ഓയിൽമെൻ്റ് എന്തോ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയും ഇത് തേച്ചുള്ളൂ, കൊതുക് കടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സുധീഷ് പറയും, അപ്പോൾ എന്നോടിപ്പോൾ ഒരു ചെറിയൊരു സ്നേഹവും ഒരു കെയറിങ് ഒക്കെ വരുന്നുണ്ട് അല്ലേന്ന്. അതെ ഒരു കാര്യം പറയാനുണ്ട്, അത് പറയുമ്പോൾ കൊതു അടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് തന്നതെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയാം. എന്നിട്ട് നിധി കാര്യം പറയാനായിട്ട് വരികയാണ്. അതായത് ഈ കേസ് എങ്ങാനും സുഭാഷ് ഏട്ടൻ അറിയുമ്പോൾ നമ്മൾ സുഭാഷ് ഏട്ടനോട് ചെയ്യുന്ന തെറ്റല്ലേ, സുഭാഷ് ഏട്ടനോട് എന്തിനാണ് മറച്ചു വെച്ചത് എന്നൊക്കെയുള്ള സംസാരം വരില്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് വന്നാലും അന്നേരം കല്യാണം കഴിഞ്ഞ് കഴിയില്ല, കുറച്ച് റിസ്ക് എടുക്കാണ്ട് പറ്റില്ല നിധി, എന്നാലും എന്തോ എനിക്കൊരു സമാധാനമല്ല ഇനിയിപ്പോൾ. അപ്പോൾ നിധി പറയും, ഇനിയിപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരും, പിന്നെ അവർ തമ്മിൽ സംസാരിക്കും. അതുമല്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ആദ്യം ആ കുട്ടി ചോദിക്കണേ നമ്മളെ എങ്ങോട്ടാണ് മാറുന്നത്, വീടൊക്കെ എൻ്റെ കാര്യം അങ്ങനെയൊക്കെ സംസാരം വരില്ലേ, അപ്പോൾ എന്ത് ചെയ്യും?
അപ്പോൾ നമുക്ക് അടുത്ത വഴി നോക്കാം, എന്തെങ്കിലും വഴി തൻ്റെ കയ്യിലുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ എന്നിട്ട് സുധീഷ് പറയുന്നത്, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഇനിയിപ്പോൾ സുധീഷ് നുണ പറഞ്ഞ് കെട്ടിയാക്കി എന്നുള്ള ഒരു ഇതൊന്നും വരുത്തരുത്, എല്ലാവരും കൂടെ ചേർന്നാണ് തീരുമാനം എടുക്കുന്നത് എന്നിങ്ങനെ സുധീഷ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പക്ഷേ നിധിക്ക് ഭയങ്കര ടെൻഷനാണ്. കാര്യം വെച്ചാൽ കള്ളം പറഞ്ഞ് അതും സുഭാഷേട്ടനെ, അതുകൊണ്ട് നിധിക്ക് അതിനോടൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ഒരുവിധം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒടുവിൽ സുധീഷ് കാര്യങ്ങളൊക്കെ പറയും, എന്തായാലും നമുക്കൊരു കളി കളിക്കാടോ, അല്ലാണ്ട് ഇപ്പോൾ ഇത് നമ്മൾ റിസ്ക് എടുക്കാണ്ട് എന്തായാലും പറ്റില്ല, അതുകൊണ്ട് താൻ അധികം ടെൻഷൻ ആവണ്ട, നമുക്കിത് അറിയാണ്ട് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നല്ലത്, പറ്റുമെങ്കിൽ കല്യാണം വരെയെങ്കിലും അതൊന്ന് കൊണ്ടുപോകണം എന്നുള്ള കാര്യം സുധീഷ് നിധിയുടെ അടുത്ത് പറയണം. അതിൻ്റെ നിധി പിന്നെ എഴുന്നേറ്റ് പോകണം. പിന്നെ നമ്മുടെ സുഭാഷ് അടുക്കളയിൽ ചോറ് ഒക്കെ ഉണ്ടാക്കുകയാണ്, എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സുഭാഷ് ആലോചിക്കേണ്ടത്, അന്ന് ആ കുട്ടി അത്രയും ഇതായിട്ട് പറഞ്ഞത് കല്യാണം സമയത്ത് നമുക്ക് പ്രത്യേകം വീടെടുത്ത് മാറണം എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ അതെന്താണ് മാറിയത് എന്നുള്ളത് നമ്മുടെ സുഭാഷ് ചിന്തിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ആ കുട്ടി അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ട് ഇപ്പോൾ അവരെ വീട്ടുകാരും ആ കുട്ടിയൊക്കെ തീരുമാനം മാറ്റിയോ എന്നൊക്കെ ചിന്തിക്കുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്ത ദിവസത്തേൽ ഇനിയിപ്പോൾ പെൺകുട്ടി കവിതയുടെ വീട്ടിൽ നിന്ന് ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം നിധി ഭാസ്കറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അച്ഛൻ ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാര്യം നിധി എല്ലാ കാര്യങ്ങളും അച്ഛനെയും കൂടെ അറിയിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ആ കൊടുക്കേണ്ട ഒരു ഇത് നിധി കൊടുത്തു തന്നെയാണ് പോകുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റായി വരികയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് ഏതെല്ലാം രീതിയിലാണ് പോകുന്നത്. കാറ്റത്തെ കിളിക്കൂടിൽ ഈ ഒരു കല്യാണം നമ്മുടെ സുഭാഷിന് നടക്കുമോ, ആ ഒളിച്ചു വെക്കുന്ന ആ ഒരു കണ്ടീഷൻ അത് സുഭാഷ് അറിയാൻ കാരണമാവോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അത് സുഭാഷ് അറിയുന്നുണ്ട്, കല്യാണത്തിന് മുന്നേ തന്നെ ആ ഒരു കണ്ടീഷനെ കുറിച്ച് സുഭാഷ് അറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ടിഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകണ്ട. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.